ഇപ്പോഴത്തെ ഒരു കാലഘട്ടം നോക്കി അറിയാം, അടിപൊളി ക്യാമറ ഉള്ള സൂപ്പർ സ്മാർട്ട് ഫോൺസാണ് നമ്മുടെ ബഡ്ജറ്റായിട്ട് നമ്മുടെ കൈ കിട്ടുന്നത്. ഇപ്പോൾ ഒരു 20,000 രൂപ അല്ലെങ്കിൽ 15,000 രൂപ കൊടുത്താൽ അടിപൊളി ക്യാമറ ഫോൺസ് നമ്മുടെ കൈ കിട്ടും. സോ വാട്സ്ആപ്പ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ആൻഡ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മൊബൈൽ വീഡിയോഗ്രാഫിയെ കുറിച്ചാണ്. ഓൾറെഡി പാർട്ട് 1 വീഡിയോ ഞാൻ ഇവിടെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അത് ഞാൻ ടോപ്പ് 5 ടിപ്സ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് കണ്ടിട്ടില്ലാത്തവരാണ് എൻ്റെ കാർഡ് ഞാൻ മുകളിൽ കൊടുത്തേക്കാം, നിങ്ങളത് പോയി ചെക്ക് ചെയ്യുക. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പാർട്ട് 2 ആണ്. കുറച്ച് ബേസിക് മൂവ്മെൻറ്റ്സ് ആണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. ടിൽറ്റ്, പാന്, റിവീലിംഗ് ഷോട്ട്, സ്റ്റഡി മൂവ്സ്, അതേപോലെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആൻഡ് വിത്തൗട്ട് എനി ഫർദർ അഡ്യൂ, ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നല്ല അടിപൊളി സ്മാർട്ട് ഫോൺസാണ് ഇപ്പോൾ മാർക്കറ്റിലുള്ളത്. ഇപ്പോൾ എല്ലാവരുടെ കയ്യിലും നല്ല ക്യാമറ ഉള്ള സ്മാർട്ട് ഫോൺസാണുള്ളത്. 60 ഫ്രെയിംസ്, ഈവൻ 120 ഫ്രെയിംസ് വരെ വീഡിയോ എടുക്കാവുന്ന ലൈക്ക് പോക്കോ ഫോണൊക്കെ ഇപ്പോൾ മാർക്കറ്റിലുണ്ട്. നമുക്കങ്ങനെ അത് യൂസ് ചെയ്ത് നമുക്ക് അടിപൊളി വീഡിയോസ് നമ്മുടെ ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ് അതേപോലെയുള്ള പ്ലാറ്റ്ഫോംസിന് വേണ്ടി ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. അപ്പം ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞായിരുന്നു മൂവ്മെൻറ്റ്സിനെ പറ്റി ജസ്റ്റ് ഒന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ ഇന്ന് അതിനെക്കുറിച്ച് പറയാം. നമ്മുടെ വീഡിയോയിൽ ഒരു മൂവ്മെൻറ്റ്സ് അല്ലെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്നിനും കൊള്ളത്തില്ല, ജസ്റ്റ് വെറും വേസ്റ്റാണ്. ഇപ്പം നിങ്ങളൊരു സിനിമ കാണുവാണെങ്കിൽ, ഒരു സീരിയൽ കാണുകയോ, എന്തെങ്കിലും ഒരു ഷോ, ട്രാവലിംഗ് വീഡിയോ, യൂട്യൂബിലാണ് എന്തിലാണെങ്കിലും ഒരു വീഡിയോ കാണുവാണെങ്കിൽ, ഒന്നെങ്കിൽ നിങ്ങൾ നോക്കുവാണെങ്കിൽ ക്യാമറയ്ക്ക് മൂവ്മെൻറ്റ് കാണും, അല്ലെങ്കിൽ ആ വീഡിയോ എടുക്കുന്നതിൻ്റെ അകത്ത് എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്നുണ്ടായിരിക്കും. അങ്ങനെ അല്ലാത്ത ഒരു ഷോട്ട് പോലും നിങ്ങൾക്ക് ഒരു 2-3 സെക്കൻഡിൽ കൂടുതൽ ഒരു ഷോട്ട് പോലും അങ്ങനെ നിങ്ങൾക്ക് ടി വിയിലോ എവിടെയും നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല. സോ മൂവ്മെൻറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. നിങ്ങളുടെ വീഡിയോയിൽ മൂവ്മെൻറ്റ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. സോ അത് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക. അപ്പം എങ്ങനെയാണ് ഈ മൂവ്മെൻറ്റ്? ചുമ്മാ നമുക്കൊരു ക്യാമറ അങ്ങോട്ടും ഇങ്ങോട്ടും മുകളിലോട്ട് താഴോട്ടൊന്ന് മൂവ് ചെയ്താൽ ഒരിക്കലും നമുക്ക് സിനിമാറ്റിക് ആയിട്ട് നല്ല രീതിയിലുള്ളൊരു വീഡിയോ എടുക്കാൻ പറ്റത്തില്ല. സോ അതിന് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, കുറച്ച് ആക്ഷൻസ്, കുറച്ച് ബേസിക് ടൈപ്പിലുള്ള മൂവ്മെൻ്റ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കുറച്ച് ബേസിക് ആയിട്ടുള്ള മൂവ്മെൻറ്റ്, ബേസിക്കായിട്ട് നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാം. നമുക്ക് ട്രൈപോഡ്, ഗിംബൽ, അതേപോലത്തെ എക്സ്ട്രാ ഗിയേഴ്സിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് തന്നെ ഹാൻഡ് ഹെൽഡായിട്ട് നമ്മുടെ ഫോൺ ഉപയോഗിച്ച് തന്നെ കുറച്ച് ബേസിക് ആയിട്ടുള്ള മൂവ്മെൻറ്റ്സ് പഠിക്കാം. സോ ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ടിൽറ്റ് അപ്പ് ഡൗൺ. ഇപ്പോൾ നിങ്ങൾ കാണുന്ന പോലെ തന്നെ ജസ്റ്റ് ഫോൺ മേളിലേക്ക് വെക്കുക, താഴേക്ക് വെക്കുക. ബേസിക്കായിട്ട് അപ്പ് ആൻഡ് ഡൗൺ, അതാണ് ടിൽറ്റ് അപ്പ് ആൻഡ് ഡൗൺ. അടുത്ത സെക്കൻഡ് വന്നെന്ന് പറഞ്ഞാൽ പാൻ ലെഫ്റ്റ് ആൻഡ് റൈറ്റ്. ഇപ്പം നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ തന്നെ ലെഫ്റ്റിലോട്ടും റൈറ്റിലോട്ടും നമ്മുടെ ക്യാമറ മൂവ് ചെയ്യുക. ഓക്കെ, ഇതാണ് 2 ബേസിക് ആയിട്ടുള്ള മൂവ്മെൻറ്റ്സ്. ഒന്ന് ടിൽറ്റ് അപ്പ് ഡൗൺ, ഒന്ന് പാൻ റൈറ്റ് ആൻഡ് ലെഫ്റ്റ്. ഇനി തേർഡ് വൺ എന്ന് പറഞ്ഞാൽ ഞാൻ യൂസ് ചെയ്യുന്നൊരു ഷോട്ടാണ്. ഞാൻ ഏറ്റവും അധികം ട്രാവലിംഗ് വീഡിയോസ് അതേപോലെയുള്ള കാര്യങ്ങളൊക്കെ എടുക്കുമ്പം ചെയ്യുന്നൊരു ഷോട്ടാണ്. എനിക്ക് ഇതിനു മുമ്പ് ഒരു യൂട്യൂബ് ചാനലുണ്ടായിരുന്നു, നിങ്ങൾക്ക് അറിയാവുന്ന എനിക്കറിയത്തില്ല. എനിക്ക് ചാനലുണ്ടായ കൂടുതലും ഞാൻ ട്രാവലിംഗ് വീഡിയോസാണ് ഞാൻ കൂടുതലായി ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ അത് കൺസിസ്റ്റൻറ്റും അല്ല, എനിക്ക് എപ്പോഴും അപ്ലോഡ് ചെയ്യാനൊന്നും പറ്റിയില്ല. അങ്ങനെ കുറച്ച് കാരണങ്ങൾ കൊണ്ട് ഞാൻ ആ ചാനൽ ഡിലീറ്റ് ചെയ്തു. ആൻഡ് ഇന്നത്തെ ഈ ചാനലിൽ ഞാൻ ഒരു ട്രാവലിംഗ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാർഡ് ഞാൻ മുകളിൽ കൊടുത്തേക്കാം, നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്യാം. അതിൻ്റെ അത് ഞാൻ ഏറ്റവും അധികം യൂസ് ചെയ്തിരിക്കുന്ന ഒരു ഷോട്ടാണ് റിവീലിംഗ് ഷോട്ട്. ബേസിക്കായിട്ട് എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റിൻ്റെ അത് ഫുള്ള് നമ്മുടെ ഫ്രെയിം ടോപ്പ് ടു ബോട്ടം ഫുള്ള് കവർ ചെയ്യുന്ന എന്തെങ്കിലും ഒബ്ജക്റ്റിൻ്റെ പുറകിൽ നിന്നും നമ്മുടെ യഥാർത്ഥ ഷോട്ടിലേക്ക് റിവീൽ ചെയ്ത് വരുന്നൊരു ഷോട്ടാണ് റിവീലിംഗ് ഷോട്ട്. പക്ക സിനിമാറ്റിക് ഷോട്ടാണിത്. നിങ്ങൾ അടുത്ത വീഡിയോ ചെയ്തിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. റിവീലിംഗ് ഷോട്ട് നിങ്ങളുടെ വീഡിയോ അടിപൊളിയാക്കും. സോ നമ്മൾ ഫൈനലായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്റ്റഡി മൂവ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഇത്ര ഉദ്ദേശിച്ചുള്ളൂ ഷെയ്ക്കില്ലാത്ത മൂവ്മെൻറ്റ്സ്. നമ്മുടെ വീഡിയോ എടുക്കുക, നമ്മുടെ ഫോൺ വീഡിയോ എടുക്കുക. ഇപ്പോഴത്തെ ഫോണിലാണെങ്കിൽ ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസർ അതേപോലുള്ള വളരെയധികം അഡ്വാൻറ്റേജ് ആയിട്ടുള്ള സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടിയുള്ള സോഫ്റ്റ്വെയർസൊക്കെ വരുന്നുണ്ട് നമ്മുടെ ഫോണിൻ്റെ അകത്ത് തന്നെ. എങ്കിലും നമ്മളൊരു പരമാവധി ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് സ്റ്റഡി ആയിട്ടുള്ള നല്ല ഷെയ്ക്കില്ലാത്ത ഫുട്ടേജ് കിട്ടും. നമുക്കത് പിന്നീട് പോസ്റ്റ് പ്രൊഡക്ഷനിൽ നമുക്ക് അഡോബി പ്രീമിയർ പ്രോയിൽ വാപ്പ് സ്റ്റെബിലൈസർ ഉപയോഗിച്ച് നമുക്ക് സ്റ്റെബിലൈസ് ചെയ്യാം. പക്ഷേ അതിനൊക്കെ കുറേ ലിമിറ്റേഷൻസ് ഉണ്ട്. നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ മാക്സിമം നമ്മൾ
സ്റ്റെബിലൈസ് ആയിട്ട് അല്ലെങ്കിൽ ഒത്തിരി ഷെയ്ക്കിലായി എടുത്തു കഴിഞ്ഞാൽ അത്രയും ബെറ്റർ ആകും നമ്മുടെ വീഡിയോസ്. നിങ്ങളിപ്പോൾ സിനിമയ്ക്ക് അത് നോക്കുവാണെങ്കിലും വലിയ ട്രാവലിംഗ് വീഡിയോസ് അല്ലെങ്കിൽ യൂട്യൂബിലുള്ള ട്രാവലിംഗ് വീഡിയോസ് അതുപോലെ ബിഗ് യൂട്യൂബേഴ്സിൻ്റെ വീഡിയോസൊക്കെ നോക്കുവാണെങ്കിൽ അറിയാം, അവരുടെ വീഡിയോയ്ക്കൊന്നും ഒരു ഷെയ്ക്കില്ല, നല്ല ക്ലീൻ ആയിരിക്കും. അവർ സംടൈംസ് ഗിംബൽ, സ്റ്റഡി ക്യാം അതേപോലുള്ള ഒബ്ജക്റ്റ് യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും. എങ്കിലും നമ്മൾ വീഡിയോ എടുക്കുമ്പം നമ്മുടെ വീഡിയോ മാക്സിമം ഷെയ്ക്കില്ലാതെ സ്റ്റഡി ആയിട്ടുള്ള വീഡിയോ എടുക്കാൻ നോക്കുക. അത് നമ്മൾ പതുക്കെ സ്ലോ ആയിട്ട് നടക്കുക, അതേപോലെ തന്നെ ഷെയ്ക്കില്ല, മാക്സിമം കൈ സ്റ്റഡി ആയിട്ട് പിടിക്കുക. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്റ്റഡി ആയിട്ടുള്ള ഷോട്ടൊക്കെ എടുക്കാൻ പറ്റും. അതപ്പോൾ മാക്സിമം നിങ്ങളൊരു വീഡിയോ എടുക്കുമ്പോൾ കൂടുതൽ ഒരു 10 സെക്കൻഡ് അതിൻ്റെ മുകളിലോട്ട് എടുത്തു കഴിഞ്ഞാൽ പിന്നെ വീഡിയോ ഷെയ്ക്കാവും. അതുകൊണ്ട് നിങ്ങൾ മാക്സിമം ഒരു 10 സെക്കൻഡത്തെ വീഡിയോ ഒക്കെ എടുക്കാൻ നോക്കുക. അപ്പോൾ നമുക്ക് ആ 10 സെക്കൻഡ് കൊണ്ട് തന്നെ നല്ല വീഡിയോസ് നമുക്ക് കിട്ടും. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് മൂവ്മെൻറ്റ്സിനെ പറ്റിയാണ്. പിന്നെ ബേസിക് മൂവ്സ് ആയ ടിൽറ്റ് അപ്പ്, ടിൽറ്റ് ഡൗൺ, പാൻ ലെഫ്റ്റ്, പാൻ റൈറ്റ് അതുപോലുള്ള കുറച്ച് മൂവ്സ്, പിന്നെ റിവീലിംഗ് ഷോട്ട്, സ്റ്റഡി ഷോട്ട്. അപ്പോൾ നിങ്ങൾ ഈ അടുത്ത വീഡിയോ എടുക്കുമ്പോൾ നിങ്ങൾ ഈ 5 കാര്യങ്ങളൊന്ന് ഇംപ്ലിമെൻറ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് കിട്ടും. അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്ത് 5 ടിപ്സിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ടിപ്സ് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങളിതൊക്കെ കേട്ടുള്ളതായിരിക്കും. പിന്നെ റിവീലിംഗ് ഷോട്ട്സിനെ പറ്റി അങ്ങനെ കേൾക്കാൻ സാധ്യത കുറവുള്ളൂ, ബാക്കിയെല്ലാം നിങ്ങൾ കേട്ടുള്ളതായിരിക്കും. ഇനി അടുത്ത പാർട്ട് 3 താമസിക്കാതെ തന്നെ വരുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു. പുതിയൊരു വീഡിയോ കാണുന്നതിനും വരെ എല്ലാവർക്കും ബൈ. സ്റ്റേ ക്രിയേറ്റീവ്.